വായനാ പരിപോഷണ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും വിവിധ രചനാതന്ത്രങ്ങളും വിലയിരുത്തൽ രീതികളും പരിചയപ്പെടുത്തി മികച്ച സൃഷ്ടികളുടെ രചനയ്ക്കായി കുട്ടികളെ സജ്ജീകരിക്കുന്നതിനുമായി സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയാണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ്. ഈ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയത്തിൽ മികവ് തെളിയിച്ച കുട്ടികളെ ഉൾപ്പെടുത്തി ഏറ്റുമാനൂർ BRC ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. 2024 ഫെബ്രുവരി 26, 27 തീയതികളിലായി നടന്ന ശില്പശാലയുടെ ഔപചാരിക ഉദ്ഘാടനം ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ രതീഷ് ജെ ബാബു നിർവഹിച്ചു. പ്രവേശക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ അവർക്ക് ലഭിച്ച കവിതാശകലത്തിൽ നിന്നും കവിതകളെയും കവികളെയും തിരിച്ചറിയുകയും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കവിത ക്രമപ്പെടുത്തി അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അക്ഷരങ്ങളെ വിട്ട് ചിന്ത പറന്നു പോകുന്നു എന്ന ആദ്യ സെഷൻ്റെ ഭാഗമായി ഒരു നിഷ്കളങ്കമായ കവിതയുടെ അവസാന വരികൾ പൂരിപ്പിക്കുക, നൽകിയ വരികൾക്ക് ഉചിതമായ ശീർഷകം കണ്ടെത്തുക, കഥ മുഴുവനാക്കുക തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വായനയുടെ വിവിധ തലങ്ങളും രചനയുടെ വിവിധ തന്ത്രങ്ങളും പരിചയപ്പെടുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന അക്ഷരങ്ങൾ മൂർച്ചയുള്ളൊരായുധങ്ങളാവുക എന്ന സെഷനിൽ കുട്ടികൾ തങ്ങൾക്കിഷ്ടപ്പെട്ട വിഷയത്തിൽ വിവിധ സ്വതന്ത്ര രചനകൾ നടത്തി. തുടർന്ന് നടന്ന കൃതികളുടെ അവതരണവും സൂക്ഷ്മതല വിലയിരുത്തലും കുട്ടികളുടെ ഭാവനാശേഷിയും വിശകലന സാമർഥ്യവും തെളിയിക്കുന്നതായിരുന്നു. ഒരു ദിവസം പുതിയൊരു കുട്ടി സാറ് പഠിക്കുന്ന സ്കൂളിൽ സ്ഥലം മാറി വന്നു. അവന്റെ പേര് ഡാനിയൽ എന്നായിരുന്നു. എത്രത്തോളം മനോഹരമാകുമ്പോൾ അത്രത്തോളം ആക്കിയിട്ടുണ്ട്. ചെറുതാക്കി എഴുതിയപ്പോഴും നല്ലൊരു മനോഹരമാണ്. വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ രചന മെച്ചപ്പെടുത്തുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകി ഒന്നാം ദിന പ്രവർത്തനങ്ങൾ അവസാനിച്ചു. ആദ്യ ദിന പ്രവർത്തനങ്ങളുടെ വിശകലനത്തോടെയാണ് രണ്ടാം ദിന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എഡിറ്റിങ്ങിന് പ്രാധാന്യം നൽകുന്ന തേച്ചുമിനുക്കിയാൽ എന്ന സെഷൻ്റെ ഭാഗമായി കുട്ടികൾ നൽകിയ കവിത, കഥ എന്നിവ സ്വയം എഡിറ്റ് ചെയ്ത് എഡിറ്റിങ്ങിൻ്റെ അടിസ്ഥാന തന്ത്രങ്ങൾ പരിചയപ്പെട്ടു. തുടർന്ന് തലേദിവസം രചിച്ച സ്വന്തം രചനകളെ പുനർവായനയ്ക്ക് വിധേയമാക്കി മെച്ചപ്പെടുത്തൽ വരുത്തി എഡിറ്റിങ്ങിൻ്റെ ബാലപാഠങ്ങൾ ഉറപ്പിച്ചു. ശില്പശാലയുടെ അവസാന സെഷനായ ഇവിടെ ഞാനുണ്ടെന്നറിയിക്കുവാൻ എന്നതിൻ്റെ ഭാഗമായി കുട്ടികൾ ഗോപികൃഷ്ണൻ്റെ മൊബൈൽ ഫോണും കേരളവും എന്ന ചിത്രത്തെ അടിസ്ഥാനമാക്കി സ്വതന്ത്ര രചനയിൽ ഏർപ്പെട്ടു. ശില്പശാലയിൽ നടന്ന വിവിധ പ്രവർത്തനങ്ങളുടെ സ്വാധീനം തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളായി മാറി കുട്ടികളുടെ അവതരണം. ശില്പശാലയുടെ ഭാഗമായി കുട്ടികൾ രചിച്ച സ്വതന്ത്ര കൃതികൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുറുമൊഴികൾ എന്ന കയ്യെഴുത്തു മാസിക പ്രസിദ്ധ സാഹിത്യകാരൻ ഹരി ഏറ്റുമാനൂർ സമാപന സമ്മേളനത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തോടെയാണ് ശില്പശാല സമാപിച്ചത്. ആ വിനോദം വലിയൊരു കഴിവാക്കി മാറ്റുവാൻ എനിക്ക് പ്രചോദനം ലഭിച്ച ഒരു ആദ്യ പടിയായിരുന്നു ഈ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല. പുതിയ ആരംഭങ്ങൾ കിട്ടി. വായനയെയും എഴുത്തിനെയും വളരെ അടുത്തറിയുവാൻ ശില്പശാല സഹായിച്ചതായി കുട്ടികൾ അഭിപ്രായപ്പെട്ടു. BRCയുടെ പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്നായി എത്തിയ 48 വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്.